ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ നീളത്തിന് തന്നെ അരിയാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും നീളത്തിന് അരിഞ്ഞ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പിട്ട് അതും അടച്ച് വെച്ച് വേവിച്ച് പിന്നെ നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് വീണ്ടും ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അത് 3-4 മിനിറ്റ് നമ്മൾ വേവിച്ചതിന് ശേഷം നമുക്ക് തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും ജീരകവും കൂടി മിക്സിയിൽ അടിച്ചതും കൂടി ഇട്ട് അതും കൂടി ഒന്ന് നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിക്കേണ്ടതാണ്. അങ്ങനെ ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും നമുക്ക് അത് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. എല്ലായിടത്തും ഒരേപോലെ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് വേറെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് കടുവറുത്തെടുത്ത് ആ അവിയലിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് സദ്യയുടെ കൂടെയും അല്ലാണ്ടും നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇത് അടിപൊളി ഒരു അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.